ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 33 മുതൽ 43 വരെയും 45 46 വാക്യങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം. മുന്തിരിത്തോപ്പ് ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നത്. വിശാലമായ അർത്ഥത്തിൽ മനുഷ്യവംശത്തെ മുഴുവൻ മുന്തിരിത്തോപ്പ് സൂചിപ്പിക്കുന്നു. ആഗതമായിക്കൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തെയാണ് വിളവെടുപ്പ് കാലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ ആഗമനമുണ്ടാകുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തോടുകൂടെയാണ്. യേശുവിൽ വന്നുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആദ്യത്തെ ആഗമനത്തിൽ ആരംഭിച്ച് രണ്ടാമത്തെ ആഗമനത്തിൽ പൂർണ്ണതയിലെത്തുന്ന ദൈവരാജ്യം. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ആയിരിക്കാം ഭൃത്യന്മാർ എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുക. പഴയകാലത്തെ പ്രവാചകന്മാരിൽ ചിലരെ അടിക്കുകയും കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തുവെന്നതിന് തെളിവുകൾ ധാരാളമുണ്ട്. യേശു പല പ്രാവശ്യം ഇക്കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുമുണ്ട്. മുന്തിരിത്തോപ്പിലേക്ക് അയക്കപ്പെടുന്ന പുത്രൻ യേശുവല്ലാതെ മറ്റാരാകാനും വഴിയില്ല. മുന്തിരിത്തോപ്പിൻ്റെ ഉടമ അവകാശിയായ പുത്രനെ അയക്കുന്നു. അതുപോലെ ദൈവം തൻ്റെ അവകാശിയായ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുന്നു. യേശു ഉപമ പറഞ്ഞതിന് ശേഷം ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നു: ഉടമസ്ഥൻ എന്തു ചെയ്യും? ഉപമ കേട്ടുകൊണ്ടിരുന്ന പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ഉത്തരം കൊടുക്കുവാൻ വേണ്ടി നിർബന്ധിതരാകുന്നു. അവർ ഉത്തരം പറയുന്നത് ഇപ്രകാരമാണ്: അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങൾക്ക് തന്നെ എതിരായിട്ടാണ് ഈ വിധി പ്രസ്താവിച്ചതെന്ന് ഉപമ കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും മനസ്സിലാകും. വിധി പ്രസ്താവിച്ച ന്യായാധിപന്മാർ തന്നെയാണ് കുറ്റവാളികൾ. നായകന്മാരെന്ന് സ്വയം കരുതി യേശുവിനെ വിസ്തരിക്കാനും വിധിക്കാനും നടന്നവർ ഇപ്പോൾ സ്വന്തം വാക്കുകളിൽ തന്നെ പ്രതിനായക സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നു. യഹൂദരാണ് ആദ്യത്തെ കൃഷിക്കാരെങ്കിൽ പുറംജാതിക്കാരാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഫലം തരുന്ന കൃഷിക്കാർ. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ യഹൂദ മതത്തിനു പകരം സഭയാണ് യഥാകാലം ഫലം തരുന്ന കൃഷിക്കാരുടെ സംഘം എന്ന നിഗമനത്തിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ സഭയിൽ വിശ്വസിക്കുന്ന യഹൂദനും മാനസാന്തരപ്പെട്ട വിജാതീയനുമുണ്ട്. അവർ ഇരു കൂട്ടരും ചേർന്ന് ഒരു ദൈവജനമായി മാറുന്നു. പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ ജനത്തെ ദൈവം മെനഞ്ഞെടുക്കും എന്ന് ആഘോഷമായി പ്രഖ്യാപിക്കുകയാണ് യേശു. ആ ദൈവജനം പുതിയ ജനമാണ്, പുതിയ ഇസ്രായേലാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം നമ്മെ അവിടുന്ന് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമായ ഈ ഭൂമിയിൽ ഫലം പുറപ്പെടുവിക്കുന്ന യഥാർത്ഥ കൃഷിക്കാരായി നമ്മെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.